ഇവിടെ ഒരു പാർട്ടിക്ക് പോയിട്ട് വരുന്ന ഹീറോയിനാണെങ്കിൽ ഫുൾ ടയേർഡും അതുപോലെ അപ്സെറ്റും ആയിരിക്കും. ആരോടും ഒന്നും മിണ്ടാതെ ഡയറക്റ്റായിട്ട് ബാത്റൂമിൽ കയറി പോയി കരയാൻ തുടങ്ങുകയാണ്. അതേസമയം ഇവൾക്കാണെങ്കിൽ ബ്ലീഡ് ആവുന്നുണ്ടാകും. ആ ദിവസം രാവിലെ ആയിരിക്കും ഇവളുടെ ഫ്രണ്ട് ഒരു പാർട്ടി ഉണ്ടെന്ന് പറഞ്ഞ് ഇവളെ കോൾ ചെയ്യുക. പക്ഷേ ഹീറോയിനാണെങ്കിൽ ഒരു ഡിസിപ്ലിനായ ലൈഫ് ഫോളോ ചെയ്യുന്ന ആളായിരിക്കും. ഒരേ സമയം പഠിച്ചുകൊണ്ട് തന്നെ UPSC ട്രൈ ചെയ്യാണ്. അച്ഛനും അമ്മയും എന്ത് പറഞ്ഞാലും അത് അനുസരിക്കുന്ന ഒരു പെണ്ണായിരിക്കും. സോ ഇതൊക്കെ കൊണ്ട് തന്നെ ഇവളെ പാർട്ടിയിലേക്ക് വരുന്നില്ല എന്ന് പറയും. പക്ഷേ ഇവളുടെ ഫ്രണ്ട് ആണെങ്കിൽ ഇവളെ വിടാതെ കമ്പലിയാണ്. അവസാനം ഇവളുടെ അച്ഛനോട് സംസാരിച്ച് ഹീറോന്റെ അച്ഛന്റെ സമ്മതത്തോടുകൂടി ഇവളെ പാർട്ടിയിലേക്കും പോകും. പക്ഷേ ഇവളുടെ ഫ്രണ്ട് ആണെങ്കിൽ അച്ഛനോട് അവിടെ സ്മോക്ക് ചെയ്യുക ഡ്രിങ്ക്സ് എന്ന് പറഞ്ഞ ഒരു കാര്യങ്ങളും ഉണ്ടാവില്ല. ഫുൾ ക്ലീൻ ആയിരിക്കും പറഞ്ഞായിരിക്കും സമ്മതം വാങ്ങിച്ചിട്ടുണ്ടാവുക. പക്ഷേ നൈറ്റ് പാർട്ടി ഫുള്ളായിട്ട് ഉൾട്ടിയായിരിക്കും. സ്മോക്കും ഡ്രിങ്ക്സ് ചെയ്യാത്ത ഒരാൾ പോലും അവിടെ ഉണ്ടാവില്ല. അതേസമയം ആ പാർട്ടിയിലേക്കാണെങ്കിൽ കുറച്ച് വലിയ ആൾക്കാരുടെ മക്കൾ വന്നിട്ടുണ്ടാകും. അവർക്കാണെങ്കിൽ 18 പോലും ആയിട്ടുണ്ടാവില്ല. പക്ഷേ എല്ലാ ദുശീലങ്ങളും കയ്യിലും ഉണ്ടാവും. അതിലൊരുത്തന്റെ കണ്ണാണെങ്കിൽ ഹീറോന്റെ മേലെ വീഴുകയാണ്. അങ്ങനെ അവന് വന്നിട്ട് ഫ്രണ്ട്ലിയായിട്ട് സംസാരിക്കാൻ തുടങ്ങും. വൈകാതെ അവന്റെ ബാക്കിയുള്ളവരും വന്ന് ഹീറോനോടൊപ്പം ഫ്രണ്ട് ആവുകയാണ്. എല്ലാവരും ചേർന്ന് ഡാൻസ് ചെയ്യാൻ തുടങ്ങും. പക്ഷേ പാർട്ടി കഴിഞ്ഞ് പോകുന്ന സമയം ഇവളുടെ അച്ഛൻ വരാൻ വൈകുന്നതുകൊണ്ട് തന്നെ അവരുടെ കാറിലേക്ക് ഇവൾ പകുതി ദൂരം വന്നിട്ടുണ്ടാവുക. അങ്ങനെ വീട്ടിലെത്തുന്ന ഹീറോയിനും ബെഡിൽ കരഞ്ഞെടുക്കുന്ന സമയത്ത് അവളുടെ ഫ്രണ്ട് ആണെങ്കിൽ അവൾക്ക് കോൾ ചെയ്ത് ഒരു വീഡിയോ അയച്ചു കൊടുക്കുകയാണ്. ആ വീഡിയോയിലാണെങ്കിൽ ആ പിള്ളേരുടെ ഗ്യാങ് ഹീറോനോടൊപ്പം മിസ്ബിഹേവ് ചെയ്യുന്ന കാര്യം വീഡിയോ എടുത്തത് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ആ വീഡിയോ കാണുന്ന ഗ്യാങ്ങിൽ ഒരുത്തനാണെങ്കിൽ നീ വീഡിയോ ആരെ ചോദിച്ച് പോസ്റ്റ് ചെയ്ത് പറഞ്ഞ് ദേഷ്യപ്പെടാൻ അവസാനം വീഡിയോ ഡിലീറ്റ് ചെയ്യും. പക്ഷെ എന്നാലും അവന്മാർക്ക് ഹീറോയിൻ എങ്ങാനും പോയിട്ട് പോലീസ് കംപ്ലൈന്റ് കൊടുക്കുന്ന പേടിയുണ്ട്. അതേ സമയത്ത് വീട്ടിൽ അപ്സെറ്റ് ആയിരിക്കുന്ന ഹീറോയിനാണെങ്കിൽ അനിയനോടും അച്ഛനോടൊന്നും മിണ്ടുന്നുണ്ടാവില്ല. അത് കാണുന്ന അമ്മയായിരിക്കും വന്ന് എന്താ പ്രശ്നം ചോദിക്കുക. ആക്ച്വലി ഇന്ന് പാർട്ടി ആയി നിൽക്കുന്ന സമയത്ത് ഹീറോന്റെ ഫ്രണ്ട് ആണെങ്കിൽ നേരത്തെ പോയിട്ടുണ്ടാകും. ഇവളാണെങ്കിൽ അച്ഛനോട് വെയിറ്റ് ചെയ്യായിരിക്കും. അത് കാണുന്ന അവന്മാരാണെങ്കിൽ ഹീറോനോട് സംസാരിക്കുകയാണ്. ഒരു ബർത്ത്ഡേ പാർട്ടി കൂടി ഉണ്ട്, നീ എന്തായാലും വരുന്നത് പറഞ്ഞ് കമ്പൽ ചെയ്യാണ്. ഇവൾ ആദ്യം ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞ് അവോയ്ഡ് ചെയ്യാണ്. പക്ഷേ ഇവൾ അച്ഛൻ വരാനായിട്ട് വീണ്ടും വൈകാണ്. സോ ഇവൾക്കാണെങ്കിൽ അവിടെ വേറെ ആരും അറിയില്ല. അതേ സമയത്ത് ഇവന്മാരാണ് നല്ല ഫ്രണ്ട്ലി ആയിരിക്കും. സോ കൺവീൻസ് ആയിട്ട് ഹീറോയിന് വണ്ടി കയറിയാണ്. പക്ഷേ പകുതി എത്തുന്ന സമയത്ത് ആ വണ്ടി കേടുവെന്ന് പറഞ്ഞ് വേറെ വണ്ടി പോകുന്ന പറയാണ്. അതാണെങ്കിൽ ഒരു ഗവൺമെന്റ് വെഹിക്കിൾ ആയിരിക്കും. സോ ഇവളും പേടിക്കാതെ വണ്ടി കയറുകയാണ്. പക്ഷേ പകുതി എത്തിയത് അവന്മാരാണെങ്കിൽ ഇവളോട് മിസ്ബിഹേവ് തുടങ്ങും. ഇവളുടെ വായിന്ന് സൗണ്ട് വരാത്ത പോലെ ടേപ്പ് ഇട്ട് ഒട്ടിക്കുകയാണ്. 5 പേര് മാറി മാറി റേപ്പ് ചെയ്തിട്ടുണ്ടാവും. അവസാനം ഹീറോയിൻ ഈ കാര്യങ്ങൾ മുഴുവൻ പേരൻസിനോട് പറയാണ്. അവസാനം അവർ പേടിച്ച പോലെ തന്നെ ഇവൾ കംപ്ലൈന്റ് കൊടുക്കണമെന്ന് പറയുകയാണ്. പാർട്ട് 2 ആണെങ്കിൽ അത് കമന്റ് ചെയ്ത് വീഡിയോക്ക് ലൈക്കും ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക.